നമ്മൾ എല്ലാവരും ഒരിക്കൽ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയാം. ചീഞ്ഞളിഞ്ഞ മാംസത്തിനിടയിൽ നിന്നും അസ്ഥിപഞ്ജരങ്ങൾ തെളിഞ്ഞു വരും. കാലാന്തരത്തിൽ ആ അസ്ഥിപഞ്ജരവും മണ്ണിൽ ലയിക്കും. എന്നാൽ 2000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ശവശരീരങ്ങൾ മരിക്കുമ്പോഴുള്ള അതേ അവസ്ഥയിൽ യാതൊരു കേടുപാടും കൂടാതെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീർണിക്കാതിരിക്കുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ആയിരത്തി 1968 ചാങ്ഷിക്ക് സമീപത്തുള്ള ആശുപത്രിക്ക് വേണ്ടി ഒരു എയർ റെയ്ഡ് ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് തൊഴിലാളികൾ കുഴിയെടുക്കവേ ഒരു ശവകുടീരം കണ്ടെത്തി. തുടർന്ന് നടന്ന ഉത്ഖനനത്തിൽ മറ്റു 2 ശവകുടീരങ്ങൾ കൂടി അവർ കണ്ടെത്തുകയുണ്ടായി. ഹാൻ രാജവംശത്തിന്റെ കാലത്തെ ഒരു പ്രഭുകുടുംബത്തിലെ അംഗമായിരുന്ന ഷിൻസുയുടേതായിരുന്നു ആ 3 ശവകുടീരങ്ങളിൽ ഒന്ന്. ആ ശവകുടീരത്തിൽ നിന്നും അവളുടെ ശരീരം പുറത്തെടുക്കുമ്പോൾ ഗവേഷകർ അമ്പരന്നുപോയി. രണ്ടായിരം വർഷങ്ങൾക്കുമേൽ പഴക്കമുണ്ടായിരുന്ന ആ ശവശരീരത്തിന്റെ മുടിയിഴകൾ പൊഴിഞ്ഞു പോയിരുന്നില്ല. അവളുടെ പേശികൾ ചലിക്കുന്നതായിരുന്നു. അവളുടെ ത്വക്കിന്റെ മൃദുത്വം നഷ്ടപ്പെട്ടിരുന്നില്ല. അവളുടെ നാസാരന്ധ്രത്തിലും പുരിയക്കൊടിയിലുമുള്ള രോമങ്ങൾക്ക് യാതൊരു കേടുപാടും പറ്റിയിരുന്നില്ല. എന്തിനേറെ, അവളുടെ കൺപീലികൾ പോലും ജീവസുറ്റതായിരുന്നു. മരണാനന്തരം ഒരു ശരീരത്തിന് സംഭവിക്കേണ്ടുന്ന സ്വാഭാവികമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാതിരിക്കുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഗവേഷകർ ആ രഹസ്യം കണ്ടുപിടിക്കുവാൻ തന്നെ തീരുമാനിച്ചു. മറ്റൊന്നുകൂടി പറയട്ടെ, ഇത്രയും കുറ്റമറ്റ രീതിയിൽ സംരക്ഷിച്ചതുകൊണ്ട് ആ ശവശരീരം പോസ്റ്റ്മോർട്ടം നടത്തി ആന്തരാവയവങ്ങൾ പരിശോധിക്കുന്നതിനും മരണകാരണം കണ്ടുപിടിക്കുന്നതിനും ഫോറൻസിക് വിദഗ്ധർക്കും പത്തോളജിസ്റ്റിനും നിഷ്പ്രയാസം കഴിഞ്ഞു. എക്സ്റേ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അവളുടെ അന്നനാളത്തിലും ആമാശയത്തിലും 138 തണ്ണിമത്തൻ കുരുക്കൾ കണ്ടെത്തി. മരിക്കുന്നതിനും അരമണിക്കൂർ മുമ്പ് അവൾ കഴിച്ച ഭക്ഷണാവശിഷ്ടമാണത്. അവളുടെ നട്ടെല്ലിന് കാര്യമായ ക്ഷതമുണ്ടായിരുന്നതുകൊണ്ട് കടുത്ത നടുവേദന അനുഭവിച്ചിരിക്കാമെന്നും അനുമാനിക്കാം. CT സ്കാനും DNA വിശകലനവും ഉൾപ്പെടെ നിരവധി പരീക്ഷണങ്ങൾക്ക് പിന്നീട് സിൻസുയുടെ ശരീരം വിധേയമായി. പിത്താശയക്കല്ലുകൾ, ഉയർന്ന രക്തസമ്മർദ്ദം, സന്ധിവേദന, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നുവെന്ന് പിന്നീടുള്ള പഠനങ്ങൾ വെളിപ്പെടുത്തി. അമിത ഭക്ഷണം മൂലമുണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥയും അവൾക്കുണ്ടായിരുന്നു. സുഖഭോഗങ്ങളിൽ ജീവിതം ആറാടി ആഘോഷിച്ച ലേഡി ഡായ് എന്നുകൂടി അറിയപ്പെടുന്ന സിൻസുയി അമിതവണ്ണവും വ്യായാമക്കുറവും മൂലം 50-ാം വയസ്സിൽ മൃതിയടയുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയധികം ഭക്ഷണ വിഭവങ്ങളും ആഡംബര ജീവിതത്തിനിണങ്ങുന്ന മറ്റനവധി വസ്തുക്കളും അവളുടെ ശവകുടീരത്തിൽ ഒരുക്കി വച്ചത്. വിലപിടിപ്പുള്ള പാത്രങ്ങളും സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളും വിവിധതരം ഭക്ഷണപാനീയങ്ങളും ഭൃത്യന്മാരുടെയും ആടുമാടുകളുടെയും ഒക്കെ കൊച്ചു കൊച്ചു ശില്പങ്ങളുമൊക്കെ ആ ശവകുടീരത്തിൽ ഉണ്ടായിരുന്നു. ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്ന നിലയിൽ ക്രമീകരിച്ച 4 സൈപ്രസ് പെട്ടികൾ. അതിലെ ഏറ്റവും ഉള്ളിലത്തെ അറയിലാണ് അവളെ അടക്കം ചെയ്തിരുന്നത്. 20 പാളി പട്ടുതുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ വായു കിടക്കാത്ത വിധം ആ പെട്ടികൾ സീൽ ചെയ്തിരുന്നു. ആ സൈപ്രസ് പെട്ടി 5 ടൺ കരി കൊണ്ട് പൊതിഞ്ഞിരുന്നു. ബാക്ടീരിയയുടെ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടിയായിരിക്കാം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ മറവി ചെയ്താൽ കാലങ്ങളോളം ശവശരീരം കേടുകൂടാതിരിക്കുമോ? പുരാതന ചൈനീസ് ഗ്രന്ഥങ്ങളിൽ
ശവശരീരം സംരക്ഷിക്കേണ്ടുന്ന വിധം വിവരിക്കുന്നുണ്ട്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഡയറിയിലാണ് ലേഡി ഡായിയുടെയും ശരീരം കണ്ടെത്തിയത്. ഷിൻസുയിയുടെ ശരീരം അടക്കം ചെയ്ത അതേ അവസ്ഥകൾ പുനഃസൃഷ്ടിച്ചു നടത്തിയ പരീക്ഷണങ്ങളിൽ ഗവേഷകർ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ പരാജയം മറ്റൊരു അറിവിലേക്കാണ് വെളിച്ചം വീശുന്നത്. പ്രാചീന ജനങ്ങളുടെ അറിവിനൊപ്പം എത്താത്ത ആധുനികരുടെ അജ്ഞതയ്ക്ക് കിട്ടിയ മറുപടിയാണ് ലേഡി ഡായിയെ സൂക്ഷിച്ച ആ അജ്ഞാത ഡയറി. എന്നാൽ പിന്നെ മടിക്കേണ്ടതില്ല. തുടർ യാത്രകൾക്കുള്ള ഇന്ധനമാവട്ടെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുകൾ.